മനുഷ്യ ശരീരത്തെ ഒരു പുഷ്പത്തോട് ഉപമിക്കുകയാണെങ്കിൽ ആ പുഷ്പത്തിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് അത് അതിൻ്റെ മൊട്ടിൽ നിന്നുകൊണ്ട് വിടർന്നു വരുന്ന ആ ഒരു കാലഘട്ടമാണ്. അതിനുശേഷം നല്ല പ്രസരിപ്പോടുകൂടെ ഊർജസ്വലമായി അത് വിടർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. താമര വിരിയുന്നതൊക്കെ വളരെ കൗതുകത്തോടെ കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അതിനുശേഷം കാണാൻ നല്ല ഭംഗിയുള്ള സൗരഭ്യ സുഗന്ധികളായ പുഷ്പങ്ങൾ, അതിനുശേഷം അത് ഉണങ്ങി വാടിപ്പോകുന്ന, കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് വാർദ്ധക്യത്തോടാണ് സൂചിപ്പിക്കുന്നത്. അത് മൊട്ടായി വിടർന്നു വരുന്നത് ഒരു മനുഷ്യന്റെ ബാല്യം, ചെറിയ കാലഘട്ടം. അതിനുശേഷം നല്ല ഊർജസ്വലമായ ഒരു പുഷ്പമായി വിടർന്നു നിൽക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം കരിഞ്ഞ് അത് വാടിപ്പോകുന്ന ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പിന്നെ അവൻ ഒന്നിനും പറ്റില്ല. പഴയതുപോലെയുള്ള ചോരത്തിളപ്പൊന്നും ഉണ്ടാവില്ല. പല ആളുകളും ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ വീരശൂര പരാക്രമികളായി എല്ലാവരെയും ഭയവിഹ്വലരായി നിർത്തിയിരുന്ന ആളുകൾ അവസാന കാലഘട്ടം വരുമ്പോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ പറയും, ആളുകൾ പറയും, പഴയ പുലിയാണ്ടോ പോണെന്ന് പറയും. പഴയ പുലിയാണ്, ഇപ്പൊ പുലിയല്ല, ഇപ്പൊ എലിയായി മാറി. ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കവി പറഞ്ഞത്, സിരകളിൽ നിറയും രുതിരവർണ്ണം പോൽ അത്രമേൽ ചാരുതമാം യൗവന നാളുകൾ. യൗവന നാള് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചോരത്തിളപ്പിന്റെ കാലഘട്ടമാണ്. എന്തവൻ വിചാരിക്കോ അതൊക്കെ അവന് നടത്താൻ പറ്റും. എവിടെ കയറണം, ഏത് മരത്തിൽ കയറണമെന്ന് അവൻ വിചാരിക്കുമ്പോൾ തന്നെ അവന് കയറാൻ കഴിയുന്നു. വാഹനം 140 പോകണമെന്ന് കരുതുമ്പോഴേക്ക് കാൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് അതുപോലെ പായിപ്പിക്കുന്നു. ബൈക്കിൽ സ്പീഡിൽ പോകാൻ കഴിയുന്നു. അവനെ വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. ഓടാനും ചാടാനും എല്ലാത്തിനും അവന് കഴിയുന്നു. അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതുകൊണ്ട് കവി പറയുകയാണ്, ധീരരായി അജയ്യരായി മുന്നേറുക ദീപനാളമായി, നാടിൻ നന്മക്കായി നിത്യവും നിലകൊള്ളുക സത്യത്തിന് സതീർത്ഥരായി. സത്യത്തിന് വേണ്ടി, നാടിന്റെ ഗുണത്തിന് വേണ്ടി, നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ യുവത്വ കാലഘട്ടം നീ ചെലവഴിക്കണമെന്ന് കവി പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുലിന്റെ വാക്കുകളുടെ മാസ്മരീകതയാർന്ന വിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ വചനാമൃതത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്. മനുഷ്യന്റെ അവസ്ഥകളെ പറ്റി അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. അല്ലാഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാണ് നിങ്ങളെ ബലഹീനതയിൽ നിന്നുകൊണ്ട് പടച്ചിട്ടുള്ളത്. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു പടച്ചത് പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ ഗർഭാശയങ്ങളിൽ നിന്നുകൊണ്ട് ഉതിർന്നു വീഴുന്ന ബീജത്തുള്ളികളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ പടച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബുൽ ഇസ്സത്തായ നാഥൻ എത്ര ബലഹീനമായ അവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. പടച്ചവൻ പറയാണ്, ചെറുപ്പ കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മൃഗം ജനിക്കുമ്പോൾ, ഒരു പശു പ്രസവിച്ചു, എന്നാൽ ആ പ്രസവിച്ച ഉടനെ തന്നെ അതിന്റെ കുട്ടി എഴുന്നേറ്റ് മാതാവിന്റെ അമ്മിനെ നുകരാൻ വേണ്ടിയിട്ട്, അതിന്റെ ആ അമ്മിനെ നുകരാൻ വേണ്ടിയിട്ട് മാറിടത്തിലേക്ക് സമീപിക്കുമ്പോ
മനുഷ്യക്കുട്ടിക്ക് അതിന് സാധിക്കുന്നില്ല. മനുഷ്യന് സ്വന്തമായിട്ട് വല്ലതും കുടിക്കണമെങ്കിൽ എത്രയോ കാലഘട്ടം കഴിയുന്നു. ഒരു മനുഷ്യക്കുട്ടിയുടെയും മൃഗത്തിന്റെയും അവസ്ഥ ഇതാണ്. എല്ലാം എത്തിപ്പിടിക്കുന്ന മനുഷ്യൻ, എല്ലാ ഉന്നതമായ സ്വഭാവങ്ങളും കീഴടക്കുന്ന മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഏ മനുഷ്യ, നീ ബലഹീനനായിരുന്നു. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് തുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. പിന്നെ അതിനുശേഷം ആ ബലഹീനതയിൽ നിന്ന്, നമ്മുടെയൊക്കെ ബാല്യകാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പയ്യെ പയ്യെ പിടിച്ച് നടന്നു വരുന്ന, എഴഞ്ഞ് നടക്കുന്നു, മുട്ടിലെഴയുന്നു, പിന്നീട് നിൽക്കുന്നു, അതിനുശേഷം നടക്കുന്നു, പിന്നെ അതിനുശേഷം അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് മുലപ്പാലിൽ നിന്നുകൊണ്ട് മാറി മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യപരമായി അവനിങ്ങനെ വളർന്നു വരുന്ന അവസാനം അവൻ ഒരു യുവത്വ കാലഘട്ടത്തിലേക്ക് എത്തുന്നു. പിന്നെ അവന് എല്ലാത്തിനും കഴിയുന്നു. ആ ഒരു അവസ്ഥ കഴിഞ്ഞാലോ ആ കൂവത്തിന്റെ കാലഘട്ടം, ആരോഗ്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വാർദ്ധക്യത്തിന്റെ ഒരവസ്ഥയിലേക്ക് അവൻ എത്തുകയാണ്. അവന്റെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ പോയി. പല പല രോഗങ്ങൾ അവന് വന്നു. ഷുഗർ വന്നു, പ്രഷർ കൂടി, കൊളസ്ട്രോൾ വന്നു, അതുപോലെ ബ്ലോക്കുകളും സ്ട്രോക്കുകളും വന്നു. ക്യാൻസറിന്റെ അണുക്കൾ അവന്റെ ശരീരത്തിൽ വരാൻ തുടങ്ങി. പഴയ പോലെയുള്ള ആരോഗ്യമില്ല. പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. പഴയതുപോലെ ദൂരയാത്ര ചെയ്യാൻ കഴിയുന്നില്ല. പഴയതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ല. പഴയതുപോലെ അവൻ ആഗ്രഹിക്കുന്നതൊന്നും കുടിക്കാൻ അവന് കഴിയുന്നില്ല. കളിക്കണമെന്നവൻ ആഗ്രഹിക്കുന്നു, ഗ്രൗണ്ടിൽ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പഴയതുപോലെ കളിക്കാൻ അവന് കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നതിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. ആരാണ് ഈ ഒരു അവസ്ഥ തന്നത്? യഹ്ലുഖുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. വഹുവൽ അലീമുൽ ഖദീർ. അവൻ അലീമാണ്, സർവശക്തനാണ്, അവൻ സർവജ്ഞനാണ്. അതുപോലെ തന്നെ അവൻ ഖാദിറാണ്, ഖദീറാണ്, എല്ലാത്തിനും കഴിയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് റൂം പരിശോധിച്ചാൽ അതിന്റെ 54-ാമത്തെ ആയത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നടപ്പാക്കുന്ന ഈ ദൃഷ്ടാന്തത്തെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് തആല തരുന്ന യുവത്വം എന്ന് പറയുന്ന കാലഘട്ടം, അത് റബ്ബിന് വേണ്ടിയിട്ട് അവന്റെ പൊരുത്തത്തിൽ ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നു എങ്കിൽ അവൻ വിജയിക്കുന്നവനാണ്. നാളെ റബ്ബിന്റെ അടുക്കൽ വരുമ്പോ അല്ലാഹു ഓരോന്നിനെ പറ്റിയിട്ടും ചോദിക്കും, നിന്റെ യുവത്വം അത് നീ എന്തിനാ ചെലവഴിച്ചതെന്ന് റബ്ബ് തആല പ്രത്യേകമായി ചോദിക്കുമെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് കാലെടുക്കാൻ കഴിയില്ലെന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ വഗൈരി മുഖല്ലഖ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് മനുഷ്യന്റെ അവസ്ഥകളെ പറ്റിയിട്ട്. ഏ മനുഷ്യ, യാ അയ്യുഹന്നാസ് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. മനുഷ്യനെ മൊത്തത്തിൽ, മാനവിക കുലത്തെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, അല്ലാതെ വിശ്വാസികളോട് മാത്രമായിട്ടല്ല. അല്ലാഹു ചോദിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടാണ്. യാ അയ്യുഹന്നാസ് യാ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മെ പടച്ചിട്ടുള്ളത്. കുല്ലുകും മിൻ ആദം വആദമ മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്നുകൊണ്ടാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. ആ ആദമോ മണ്ണിൽ നിന്നുകൊണ്ടാണ്, മണ്ണുകൊണ്ടാണ് ആദമിനെ പടച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു തആല പറയുന്നു, നാം ഉദ്ദേശിക്കുന്നതിനെ
നിശ്ചിതമായ അവധി വരെ നാം ഗർഭാശയത്തിൽ താമസിപ്പിക്കുകയാണ്. ഡോക്ടർ മൊറീസ് ബുക്കായ് അദ്ദേഹത്തിന്റെ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു നിശ്ചിത അവധി വരെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ കഴിയുകയാണ്. പിന്നെയോ അല്ലാഹു തആല പറയുകയാണ്, ثم من علقة ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء. പിന്നെ അതിൽ നിന്ന് നിശ്ചിതമായ കാലാവധിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിശുവായിട്ട് സുന്ദരനായ ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണമായ ശക്തി നൽകി നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. അതിനുശേഷമോ മനുഷ്യനെ പറ്റി അല്ലാഹു പറയുകയാണ്, അതിനുശേഷമുള്ള ഒരു അവസ്ഥ പിന്നെ മനുഷ്യന് വാർദ്ധക്യ സഹജമായ ഒരു അവസ്ഥ വരുന്നു. അവൻ എല്ലാം അറിയാം, പക്ഷേ ഒന്നും അറിയാത്ത ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുകയാണ്. പിന്നെ അവന് ഒന്നിനും സാധിക്കുന്നില്ല, അവൻ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തുന്നു. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ ഒരു കഥയുണ്ട്. വെള്ള ഷോക്സ് ഇട്ട മുടിനാരികൾ എന്നാണ് അതിന്റെ പേര്. വെള്ള ഷോക്സ് ഇട്ട മുടിനാരികൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതില് ഒരു മുത്തശ്ശനോട് ചെറിയ കുട്ടി ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ്. കുട്ടി ചെന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ, എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രം എടുക്കുമ്പോൾ ആ പാത്രം താഴെ വീണിട്ട് അത് ഉടഞ്ഞു പോകുന്നു. ചെറിയ കുട്ടി വന്നിട്ട് പറയാണ്, പാത്രത്തിന്റെ കനം കൊണ്ട് ആ പാത്രം താഴെ വീണിട്ട് ഉടഞ്ഞു പോകുന്നു. അപ്പോ മുത്തശ്ശൻ ഈ കുട്ടിയോട് പറയാണ്, പ്രായമുള്ള ഉപ്പാപ്പ പറയാണ്, മോനെ, എന്റെ അവസ്ഥ അത് തന്നെയാ. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുക്കുന്ന സമയത്ത് പാത്രം താഴേക്ക് വീണു പോകുന്നു, അത് ഉടയുന്നു. അപ്പൊ കുട്ടി പറയാണ്, ഈ ഉടയുന്ന സമയത്ത് എന്നെ അമ്മ വന്നിട്ട് ചീത്ത പറയാണ്, അമ്മ വഴക്ക് പറയാണ്. അപ്പോ മുത്തശ്ശൻ പറയാണ്, എന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്റെ മക്കൾ എന്നെ ചീത്ത പറയുന്നു. എന്റെ കയ്യിലുള്ള പാത്രം താഴെ വീഴുന്ന സമയത്ത് ആ പാത്രം താഴെ വീണുടയുമ്പോ എന്റെ മക്കൾ എന്നെ ചീത്ത പറയുന്നു എന്ന് മുത്തശ്ശൻ തിരിച്ചും അതുപോലെ ഈ കുട്ടിയോട് പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 60 കഴിഞ്ഞവർ എന്റെ സദസ്സിലുണ്ടാകും, 70 80 ഒക്കെ ആയവർ എന്റെ സദസ്സിലുണ്ടാകും. പലരുടെയും ഒക്കെ അവസ്ഥ ഏതാണ്? കുട്ടികളുടെ പോലെയുള്ള അവസ്ഥ. കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോ ഈ കുട്ടി പറയാണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, അവര് ഭക്ഷണത്തിന്റെ രുചി അനുഭവിക്കുന്ന ആ ഒരു പ്രായം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് രുചിയൊക്കെ അനുഭവപ്പെടുള്ളൂ. ഇതുപോലെ ഈ കുട്ടി പറയാണ്, എനിക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നില്ല. അപ്പോ ഈ പിതാവും പറയും, വല്യപ്പയും പറയാണ്, എന്റെയും അവസ്ഥ അത് തന്നെയാ. പ്രായമാകുമ്പോ അങ്ങനെയാ, ഭക്ഷണത്തിനൊന്നും രുചി കുറഞ്ഞു വരും. എത്ര ഉപ്പിട്ടാലും ഉപ്പില്ലാത്ത പോലെ തോന്നും. കാരണം പല പല അസുഖങ്ങൾ വന്ന് പഴയ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മനുഷ്യൻ മാറിപ്പോകും. ചിലർക്കൊക്കെ അല്ലാഹു അനുഗ്രഹം കൊടുക്കും. പ്രായമുള്ളത് വരെ വലിയ അസുഖമൊന്നും ഉണ്ടാവില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അല്ലാഹു കൊടുക്കുന്ന ദുനിയാവിലെ അനുഗ്രഹമാണ്, ആയുസ്സിലെ ബർക്കത്തുണ്ടാവുക എന്നുള്ളത്. അപ്പോ ഈ കുട്ടി ഇതേപോലെ പറയാണ്, രുചിയില്ല. നാലാമതായിട്ട് പറയാണ്, ഈ കുട്ടി പറയാണ്, ഞാൻ അറിയാതെ വിസർജ്യം പോകുന്നു. ഈ കുട്ടി പറയുമ്പോ പ്രായമുള്ള ഉപ്പ പറയാണ്, മോഹൻ, എന്റെ അവസ്ഥ അത് തന്നെയാ. ഞാൻ 1ഉം 2ഉം ഒക്കെ നിർവഹിക്കുന്നത് അറിയുന്നില്ല. അറിയാത്ത രൂപത്തിൽ വിസർജ്യ വസ്തുക്കൾ പോവുകയാണ്. എന്റെ വസ്ത്രങ്ങൾ ചീത്തയാകുന്നു. അതിന്റെ പേരിൽ മാതാപിതാക്കൾ, എന്റെ മക്കള്, എന്റെ കുടുംബം എന്നെ ചീത്ത പറയുന്നു എന്ന് പറയുമ്പോ ഈ കുട്ടിക്കുണ്ടായ ഒരു അവസ്ഥയെ പറ്റിയിട്ട് വെള്ള ഷോക്സിട്ട മുടിനാരുകൾ എന്ന ആ ഒരു ഗ്രന്ഥത്തിലൂടെ, ആ ഒരു പുസ്തകത്തിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുത്തുകാരന്റെ ആ തൂലിക തുമ്പിലൂടെ അദ്ദേഹം മനുഷ്യന്റെ ആ ബാല്യവും അതുപോലെ പ്രായാധിക്യം മൂലം പ്രയാസപ്പെടുന്ന വല്ലാത്ത അവസ്ഥയും ഒക്കെ പഠിപ്പിച്ചു തരുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല തന്ന
വലിയൊരു അനുഗ്രഹമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 40 വയസ്സങ്ങ് കഴിയുമ്പോഴേക്ക് പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നു, വലിയ അസുഖങ്ങളായി മാറുന്നു, ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇന്ന് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നല്ല രൂപത്തിൽ ചെലവഴിച്ചില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈൻ ولسانا وشفتين وهديناه النجدين. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്ത് വരുമ്പോൾ റബ്ബ് തന്ന കണ്ണിനെ പറ്റി അല്ലാഹു നമ്മോട് ചോദിക്കും. അതുപോലെ തന്നെ വലിസാന, നാവിനെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കും. വശഫത്തൈൻ, സുന്ദരമായ ചുണ്ടുകളെ പറ്റിയിട്ട് അല്ലാഹു തആല ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ആളുകൾക്ക് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്നതാണ്. അപ്പൊ നമ്മുടെ യുവത്വ കാലഘട്ടം അത് നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ബാദിറു ബിൽ അഅ്മാലി സബഅ, 7 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതിനു മുമ്പ് ബാദിറു ബിൽ അഅ്മാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നിടുക. ഹൽ തന്തദിറൂന ഇല്ലാ ഫക്റൻ മുൻസിയ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദാരിദ്ര്യം, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം. ഹബീബായ തങ്ങൾ ദ്വാരുന്നതാണ്, പടച്ചോനെ ഫഖറിൽ നിന്നുകൊണ്ട്, ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് എന്നെ നീ കാക്കണേ റബ്ബേ. സമുദായത്തിന് വേണ്ടി മുത്ത റസൂലുള്ള ദ്വാരുന്നു. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് നയിക്കുമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ദാരിദ്ര്യം വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ആ ദാരിദ്ര്യം എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. യുദ്ധക്കെടുതികൾ മൂലം ഓരോന്നിനെ നമ്മൾ പ്രയാസപ്പെടുന്നു. നല്ല റാഹത്തായി ജീവിച്ച ആളുകൾ പെട്ടെന്ന് റാഹത്തില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങൾ ഓരോന്നോരോന്നായി മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ നാളത്തെ അവസ്ഥയെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് നിനക്ക് ഐശ്വര്യമുള്ള കാലഘട്ടമായിരിക്കും, എന്നാൽ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് കിട്ടുന്ന സമയത്ത് നീ അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കുക. പിന്നെ പറയുന്നു, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ ഔ ഗിന മുത്ഗിയ, അതുപോലെ തന്നെ നല്ല ഗിനയുള്ള കാലഘട്ടം, സമ്പൽ സമൃദ്ധിയും ആഭിജാത്യവും പ്രൗഢിത്വവും ഒക്കെയുള്ള കാലഘട്ടം, അത് റബ്ബിന് വേണ്ടിയിട്ട് നീ ചെലവഴിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ യുവത്വ കാലഘട്ടം അത് നീ നല്ല രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുക. രോഗം എപ്പോഴാണ് വരാന്ന് പറയാൻ പറ്റില്ല. ആ രോഗം വരുന്നതിന് മുമ്പായിട്ട്, അതുപോലെ തന്നെ തങ്ങൾ പറഞ്ഞു, വാർദ്ധക്യം വരുന്നതിന് മുമ്പായിട്ട്, പെട്ടെന്നുള്ള മരണം. എപ്പോഴാണ് മരണം വരാന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ള മരണത്തിന് മുമ്പ് കിട്ടുന്ന സമയങ്ങൾ നീ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുക. അതുപോലെ തന്നെ ദജ്ജാൽ വരുന്നതിന് മുമ്പ്, ദജ്ജാല് വരുന്നതിന് മുമ്പ് എപ്പോഴാണ് ദജ്ജാല് വരാമെന്ന് നബി തങ്ങൾ പ്രത്യേകമായിട്ട് അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങൾ ഓരോന്നായി പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ ദജ്ജാല് വന്നിട്ട് പിന്നെ നന്നാകാന്ന് കരുതിയിട്ട് കാര്യമില്ല, ലോകം മുഴുവൻ ഫിത്നയിലേക്ക് പോകും. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് മോനെ നീ സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവീൻ എന്ന 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചപ്പോൾ, അതിൽ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി എണ്ണി പറഞ്ഞു. അതുകൊണ്ട് ആ വാർദ്ധക്യം വരാറുണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാര് അധപ്പതനത്തിന്റെ അധമഭാവതലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരമനയിലെ ഏതാനും ചെറുപ്പക്കാരെ പോലീസ് പിടികൂടുകയുണ്ടായി. ഒരു യുവാവ് അവരോടൊപ്പം ജീവിച്ചിരുന്ന കൂട്ടുകാരനായ ഒരാളെ കൊന്നതിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോ എല്ലാവരും 25 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, അവരെ പിടിക്കുന്ന സമയത്ത് 3 മണിക്കൂർ സമയമാണ് ഒരു ചെറുപ്പക്കാരന്
ഇവര് പീഡിപ്പിച്ചത്. ശരീരത്തിൽ നിന്നുകൊണ്ട് നരമ്പുകൾ എടുത്തു, മാംസങ്ങൾ പിച്ചി ചീന്തിയെടുത്തു. എന്നിട്ട് അവസാനം മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോ സിഗരറ്റ് കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണിയിൽ കുത്തിയിട്ട് വേദനിപ്പിച്ചുകൊണ്ട് മരണത്തോട് മല്ലിടുന്ന ഈ ചെറുപ്പക്കാരന്റെ ആ മരണവേദന കണ്ടുകൊണ്ട് രസിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പോലീസ് പിടിക്കുമ്പോൾ ഇവർക്ക് എന്താണ് നടന്നതെന്ന് പോലും ഓർമ്മയില്ല. കാരണം ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ മാറിപ്പോയെങ്കിൽ. ഇന്നലെയും വിഴിഞ്ഞത്തൊരു മരണം നടന്നു. ഇതുപോലെ എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയാത്ത പോലെ നടന്നിട്ട് കാര്യമില്ല. നമുക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്, നമ്മുടെ മക്കളോട് ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം ശരീരത്തോട് പറഞ്ഞപ്പോ അവിടെ നിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞു. ആ അഹ്ലുകാരിൽ നമ്മുടെ കുടുംബമുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ലഹരിയിലേക്ക് പോകുന്ന നമ്മുടെ യുവ സമൂഹത്തെ അധപ്പതനത്തിന്റെ ഭാവതലങ്ങളിൽ നിന്നുകൊണ്ട് അവരെ മാറ്റി ധാർമ്മിക ബോധമുള്ള, നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യുന്ന പ്രബുദ്ധതയുടെ പ്രതീകങ്ങളായി പ്രബോധകരായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ യുവത്വ കാലഘട്ടം അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധം നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ്, ആ ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ കഴിഞ്ഞു. അവന് മാത്രമാണ് വിജയമുള്ളത്. സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഒരു വിഭാഗം ചെറുപ്പക്കാരെ പറ്റി പറയുന്നുണ്ട്. നാട്ടിലെ അരാജകത്വം വന്നപ്പോൾ, ശിർക്കിന്റെ കൊടികുത്തുന്ന സംസ്കാരം അത് വാണറിയപ്പോ അവിടെ നിന്നുകൊണ്ട് ഒഴിഞ്ഞുപോയി ഗുഹയിൽ അഭയം തേടിയ ഒരു വിഭാഗം ചെറുപ്പക്കാരെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാര് ആ നാട്ടിൽ നടന്നിരുന്ന അരാജകത്വത്തിനെതിരായി പ്രതികരിച്ചതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരു അധ്യായം അവരുടെ പേരിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ പറ്റി പറയുന്നുണ്ട്. ഫമാലി മൂസ ഇല്ലാ ദുർരിയ. ആ കാലഘട്ടത്തിൽ മൂസാ നബിയുടെ കൂടെ നിന്നത് ഫറോവയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, ഫറോവയുടെ സ്വച്ഛാധിപത്യത്തിനെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പം നിന്നുകൊണ്ട് പൊരുതിയത് ഇല്ലാ ദുർരിയ, ഒരു വിഭാഗം ചെറുപ്പക്കാർ മാത്രമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപകാരമായി തീരുന്നവരായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. ഈ അടുത്ത് ലഹരിയിൽ നിന്നുകൊണ്ട് ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു സഹോദരൻ അതിൽ നിന്ന് മാറി അദ്ദേഹം നന്നാവണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു കേന്ദ്രത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ കുറച്ച് നാൾ താമസിച്ചു. അങ്ങനെ അദ്ദേഹം ഈ പാവ വിനീതനെ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത്രയും കാലം ഞാൻ എൻ്റെ മകനോടൊപ്പം ജീവിച്ചിട്ട് ഇതുവരെ എൻ്റെ മകൻ എന്നെ ഒന്ന് ചുംബിച്ചിട്ടില്ല. പാതിരാ സമയത്ത് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് എന്നും ഞാൻ ബഹളമുണ്ടാക്കും. ഇപ്പൊ അതൊക്കെ നിർത്തി വീട്ടിൽ വന്നപ്പോ എൻ്റെ മകൻ എൻ്റെ ശരീരത്തിൽ ചുംബിച്ച സമയത്ത് ഇതുവരെ ഞാൻ അറിയാത്ത എൻ്റെ മകനിൽ നിന്നുള്ള സ്നേഹം കിട്ടിയപ്പോ ഞാൻ കരഞ്ഞുപോയി എന്ന് ആ സഹോദരൻ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലഹരി കൊണ്ട് നശിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളാണ്. ഒരു സഹോദരൻ ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. അയൽവക്കത്തെ കള്ളു കുടിച്ചിട്ട് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ ഉമ്മ പറഞ്ഞു, ഇന്ന് അയൽവക്കത്തെ നാസർ വന്നിട്ട് എൻ്റെ വീടിന്റെ മുമ്പിൽ ബഹളമുണ്ടാക്കിയ സമയത്ത് എൻ്റെ മക്കളും എൻ്റെ മരുമകളും അതുപോലെ വീട്ടിലുള്ളവരെല്ലാവരും പേടിച്ചു പോയി. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, അവൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്. കാരണം എന്നും കള്ളു കുടിച്ചിട്ടല്ലേ അവൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുണ്ഠിതപ്പെട്ട ഒരു മാതാവ്, ആ മാതാവിനെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം നമ്മെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട് നമ്മെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരം നശിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബവും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധം നമുക്ക് വേണം. അതുകൊണ്ട് അത്തരം അധപ്പതനത്തിന്റെ മാർഗങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മാറി നിൽക്കണം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ യുവത്വം
അവന് പൊരുത്തപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു